അപ്പൊ വാട്സ്ആപ്പ് ഗൈസ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സുഹൃത്തുക്കളെ. അപ്പൊ നമ്മളിന്ന് ചെയ്യാൻ പോകുന്ന റിയാക്ഷൻ വീഡിയോ ആട്ടോ. വീഡിയോസ് ഒക്കെ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഒരു പോസ്റ്റ് വിട്ടിട്ടുണ്ടായിരുന്നു. കുറെ ആൾക്കാർ എനിക്ക് സെൻഡ് ചെയ്ത് ഏകദേശം ഒരു 8-10 വീഡിയോസ് എനിക്ക് കിട്ടിയാണ്. അപ്പൊ ഞാൻ ഓരോന്നായിട്ട് റിയാക്ട് ചെയ്യാൻ ഞങ്ങൾ തുടങ്ങും കേട്ടോ. അപ്പൊ ഓക്കെ തുടങ്ങാൻ. ഇവന് പേടിയുണ്ടോന്ന് എനിക്ക് ചെറിയ ഡൗട്ട് ഇപ്പോഴും ഉണ്ട്. പേടിയുണ്ടോന്ന് നിങ്ങൾ കാണുന്ന പോലെ ഈ വീഡിയോ ഞങ്ങൾ ആദ്യമായിട്ടാണ് കാണാൻ പോകും. അതിന് നിങ്ങൾ അയച്ചെന്ന കുറെ ഒരു 10-11 വീഡിയോ ഉണ്ടാവും. നിങ്ങൾ അയച്ചെന്നാണ് എനിക്ക്. ഞാനിതുവരെ കണ്ടില്ല. ഞാൻ അതേപടി ഈ ഫോണിലേക്ക് സെൻഡ് ചെയ്യുക ചെയ്ത് ഞാൻ ഒന്ന് പോലും എടുത്ത് നോക്കിയില്ല. എപ്പോഴും പറയാം ഒന്ന് പോലും ഞാൻ എടുത്ത് നോക്കിയിട്ടില്ല. അതാ പേടിണ്ട്. അപ്പൊ ആദ്യത്തെ വീഡിയോ നമ്മൾ ഓപ്പൺ ആക്കി പോകട്ടോ. ഓക്കെ, അപ്പൊ ആദ്യത്തെ വീഡിയോ ഇത് ഫേക്കാണ്. ഇത് ആരാ അയച്ചെന്ന് എനിക്ക് ഞാൻ ഇതില് പറയുന്നില്ല. പക്ഷെ ഇത് ഒറിജിനൽ അല്ല, ഉണ്ടാക്കിയതാണ് കേട്ടോ. എട്ടുകാലിയൊക്കെ കണ്ടിട്ട് അടുത്ത വീഡിയോ നമുക്ക് കാണാം. അപ്പൊ കണ്ടല്ലോ, ഇത് ഒരു എഡിറ്റിംഗ് വീഡിയോ ആണെന്ന് എനിക്ക് സംശയം. ഒരു 99% എഡിറ്റിംഗ് വീഡിയോ ആണെന്ന് തോന്നുന്നു. രാത്രി കേട്ടത് എടാ, ഇത് ഒറിജിനൽ ആളാട്ടാ. അയാള് ആ ബെഡിൽ കിടന്നുറങ്ങുന്നതിന്റെ ഇടയിൽ അയാൾക്ക് കൂടിയിട്ട് പൊന്തി കിടന്നതാണ്. ഞാൻ ഒന്നുകൂടി അയാൾക്ക് കൂടിയിട്ട് തൂങ്ങിടത്തുന്നതാണ്. എന്താ അയ്യോ, രാത്രിയൊക്കെ ഇങ്ങനെ കിടന്നുറങ്ങുമ്പോ ഇങ്ങനെ ഇവന്നിട്ട് പൊന്തുമ്പോ ഞാൻ ഒരു ഒട്ടാണ് പുറത്തേക്ക്. ഇതിന്റെ പറ്റൂലിയാണ്. എന്തായാലും അടുത്ത വീഡിയോസ് ആണ്. അഞ്ചാമത്തെ ചെങ്ങായത്തെ മുന്നിൽ ആള് പെട്ടെന്ന് ആ ബുക്ക് ഇയാളെ എത്താത്ത അയാള് പെട്ടെന്ന് ആ ലാസ്റ്റുള്ള ചെങ്ങായി അവിടെ കിടന്നിട്ട് എന്തൊക്കെയോ കാട്ടി കൂട്ടുന്ന മാതിരിയാണ് ഇങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കാട്ടുന്നത്. അപ്പൊ നമുക്ക് അടുത്ത മനുഷ്യനാണ്. മനുഷ്യനാണെന്ന് വിചാരിച്ചു. മനുഷ്യനായ വേഷം കെട്ടി വന്ന വിചാരിച്ചു. പക്ഷെ ആ പൂച്ച കണ്ടപ്പോ അതിന്റെ മേത്തേക്ക് കാടി. പിന്നെ നമ്മൾ പൊന്തി വരുന്നേ. ആ പൂച്ച തന്നെ അതിശയം കിട്ടും. പിന്നെ ഏകദേശം ഒരു 3-4-5 വീഡിയോ ഉണ്ട്. അങ്ങനത്തെ കുറച്ച് വീഡിയോ ആദ്യ റിയാക്ഷൻ വീഡിയോ ആയതുകൊണ്ട് അത്ര ഇത് കിട്ടിയില്ലെങ്കിലും ചെറിയ റിയാക്ഷൻ വീഡിയോ മാത്രം. അത് വലിയ കാര്യത്തില് അതിന്റെ മുകളിലേക്ക് കേറി അത് ഞാൻ വിചാരിച്ചു വേറെ എന്തിനോ ഒന്നാണെന്ന്. അല്ല, സാധാരണ പ്രേതങ്ങൾ ഇത്ര ചിരിപ്പിക്കും എനിക്ക് അറിയില്ലായിരുന്നു കേട്ടോ. അത് അതിന്റെ മുകളിൽ കേറി അതേപടി ആ ബാക്കോട്ട് ചെയ്ത് ഒന്നുകൂടി കാണത്തുള്ളൂ. അതും പൊളിഞ്ഞ് അതും അതിന്റെ നേരത്തേക്ക് കേട്ടോ. എന്നിട്ട് അതിന് ചിരിക്കുക. പ്രേതങ്ങൾ ഇത്ര കോമഡി ആയിട്ട് ഇത് ആരയച്ചാണെങ്കിൽ നല്ലൊരു വീഡിയോ ആട്ടത്. ഇത് ആരയച്ചാന്ന് ഞാൻ മെൻഷൻ ചെയ്യുന്നില്ല. ആരയച്ചാന്ന് നീ നോക്കണത് സെൻഡ് ചെയ്യാൻ. അവിടുത്തെ വീഡിയോ കണ്ണാലേ. അപ്പൊ ഇങ്ങനെ ഭർത്താവ് അപ്പൊ ഇങ്ങനെ കൊണ്ടേ കഴിച്ചാൽ ആ പെണ്ണിനെ
ആ പെണ്ണ് ഇവിടെ കിടന്നു അതിന്റെ ഹസ്ബൻഡ് അപ്പുറത്ത് കിടന്നു. അതിന്റെ ഇടയില് ആ പെണ്ണിനോട് വലിച്ചോണ്ട് എന്നിട്ട് ഡോറാണ്ട് പെട്ടെന്ന് അറിയാത്ത വരും കാണിക്കുന്നത്. അതിന്റെ ശേഷമാണ് ഹസ്ബൻഡ് നീക്കുന്ന ആ പെണ്ണിന്റെ സൗണ്ട് വെച്ചിട്ട് ലാസ്റ്റ് 4 വീഡിയോ കൂടി ഇടിഞ്ഞു ആക്കി ഒരു കുട്ടി. എടാ ആ കുട്ടി ഇങ്ങോട്ട് തിരിഞ്ഞ് ഓൾറെഡി ആ കുട്ടി ആ അമ്മയാണ് തോന്നുന്നു അപ്പുറത്തേക്ക് അമ്മേന്റെ ശബ്ദം കേട്ടപ്പോ ഇങ്ങോട്ട് തിരിഞ്ഞ് കണ്ണാടിയില് ആ കുട്ടീന്റെ കണ്ണ് അത് നിങ്ങൾ നോക്കിയാലേ ആ കുട്ടീന്റെ കണ്ണ് ഇങ്ങനെ വെക്കണ ആ കുട്ടി ആ കണ്ണാടിയിൽ അങ്ങനെ നേരെ നിൽക്കണം. പക്ഷെ ആ കുട്ടി ഇങ്ങോട്ട് തിരിഞ്ഞിട്ടാക്കുന്നത് അപ്പളാ തിരിഞ്ഞത് പെട്ടെന്ന് ഈ കുട്ടി ടീമനാ ആ കണ്ണാടിയില് എന്തോരു അത് കറക്റ്റ് നോക്ക്. ആ കുട്ടി അവിടെ നിന്ന് കളിക്കണം കണ്ണാടിയുമ്പോ അതിന്റെ മോഹം കിട്ടും. അതതിന്റെ അമ്മേന്റെ സൗണ്ട് കേട്ടപ്പോ പക്ഷെ തല ഇങ്ങനെ ആരെ കാറാന്ന് ഐഡന്റിറ്റി ദിസ് Jimmy, big butt, it will look my daughter. Please, let me listen. അതായത് ആ ഡ്രൈവർ തുറന്നു നോക്കാത്ത എന്തോ അതാണ് സംഭവം. അപ്പൊ അത് ആ തുറക്കാൻ വന്നു വാതില് തുറക്കാൻ വന്നേ ഇന്ന ഉള്ളു കേട്ടാ. അപ്പോഴാണ് ഡ്രൈവറ് ആരാ നീ എന്നൊക്കെ ചോദിച്ചത്. കേട്ടാ എന്തോ ഞാനാണെങ്കിൽ ആ സ്പോട്ടിൽ കാറായിട്ട് പറഞ്ഞിട്ടുണ്ടാവും. എഡിറ്റിംഗ് പരിപാടി ഉണ്ട് ഫുള്ളായിട്ട്. ഞാൻ ഓടിച്ച് വരിക അങ്ങനത്തെ ഇതൊക്കെ ആരാ അയക്കണ്? ഇതൊക്കെ ആരാണ് അയച്ച് ഇതൊക്കെ ആരാ സീരിയസ്ലി ഞാൻ വിചാരിച്ച എന്താ വേറെന്താ നടക്കാൻ പോകുന്ന ഇങ്ങോട്ട് തല തിരിച്ചാണ് അങ്ങനെ വരുന്നത്. ഒറ്റ വീഡിയോ കൂടി 45 എടാ അതിന്റെ ബാക്കിൽ ഒരു രൂപ ഉണ്ടോ? അതിന്റെ ബാക്കിൽ ഒരു രൂപ ഉണ്ടോ? ഒരു നേരി അതാണ് ഞാൻ ബൊമ്മേനെ ഇട്ടാ നോക്കിയത്. ഞാൻ ബൊമ്മ മുന്നിലേക്ക് വരുന്നു വിചാരിച്ചു. ആ നേരെ ആ ബൊമ്മേനെ കണ്ടിട്ട് വരുമോ? ഫുള്ള് വീഡിയോ കഴിഞ്ഞ് ഞാൻ ഇത് കുറച്ച് മിനിറ്റ് ആയിട്ടുള്ള എടുത്തത് കുറെ റിയാക്ഷൻ കിട്ടണമെന്ന് വിചാരിച്ചായിരുന്നു. പക്ഷെ അത്രയും റിയാക്ഷൻ കിട്ടിയില്ലെങ്കിലും ഇത് ആദ്യത്തെ റിയാക്ഷൻ ആയതുകൊണ്ടാണ് ഇത്രയൊക്കെ എടുത്തത് കേട്ടോ. അപ്പൊ ഇതിൽ ഏതാ ഇഷ്ടപ്പെട്ടെന്ന് എനിക്ക് മറ്റേതാട്ടോ ഇഷ്ടപ്പെട്ടത്. ആ അയിമ കേറിയിട്ട് ആ വീഡിയോ. അപ്പൊ നമ്മളിത് ഒരു വലിയ വീഡിയോ ആക്കി എടുക്കണം വിചാരിച്ചാലോ. കാരണം കൊറേ അത് ആക്കി എടുക്കണം വിചാരിച്ചതാണ്. പക്ഷെ കുറച്ച് വീഡിയോസ് എനിക്ക് കിട്ടിയത്. ഞാൻ എടുത്തു കഴിഞ്ഞാല് ഒറിജിനൽ റിയാക്ഷൻ കിട്ടിയ പോലെ അതിനോടാണ് നിങ്ങളോട് അയക്കാൻ പറഞ്ഞത്. ഇനിയും റിയാക്ഷൻ വീഡിയോസ് ഉണ്ടാവും. ഓക്കെ, അപ്പൊ എന്ന് പറഞ്ഞോണ്ട് മീ അഭിനവന്റെ അശ്വിൻ. അപ്പൊ ഓക്കെ ഗൈസ്, ഇനിയുള്ള ഇതേമാതിരിയുള്ള പുതിയ പുതിയ വീഡിയോസ് കാണാൻ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ നിർത്താൻ പോകട്ടോ. ഓക്കെ, ബൈ.